എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളും UDF-ഉം LDF-ഉം പ്രകടന പത്രികകൾ പുറത്തുവിട്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക നോക്കുകയാണ് എങ്കിൽ ആദ്യം UDF-ന്റെ പ്രകടന പത്രികയിൽ 70ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളാണ് പറയുന്നത്. സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അത് ഒരു കുടുംബത്തിനാണ് ലഭിക്കുക. യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി. BPL വിഭാഗക്കാർക്ക്, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിഭാഗക്കാർക്ക്, കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്. ആന്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കും. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ദിര ക്യാൻറ്റീൻ കൊണ്ടുവരും. കുറഞ്ഞ ചെലവിൽ ഭക്ഷണം വാങ്ങി കഴിക്കാൻ കഴിയും. ആശാവർക്കർമാരുടെ കുറഞ്ഞ ദിവസവേതനം 700 രൂപയാക്കി ഉയർത്തും എന്നും വാഗ്ദാനത്തിലുണ്ട്. നിരവധി പ്രഖ്യാപനങ്ങൾ വേറെയുണ്ട്. 3000 രൂപയാണ് ക്ഷേമ പെൻഷൻ ആക്കുക എന്നാണ് പറയുന്നത്. LDF-ന്റെ പ്രകടന പത്രിക നോക്കുകയാണ് എങ്കിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്ന് തന്നെയാണ് LDF-ഉം പറയുന്നത്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ, അത് രണ്ട് മുന്നണികളും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് 50% പേർക്ക് ജോലി ഉറപ്പാക്കും. വന്യജീവികൾ കാടിറങ്ങാതിരിക്കാൻ പ്രത്യേക പദ്ധതി. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരും. അങ്കമാലി ശബരി റെയിൽപാത സമയബന്ധിതമായി തീർക്കും. ഗാർഹിക പീഡന സദാചാര ആക്രമണങ്ങൾ തടയാൻ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. വനിതകളെ പങ്കാളികളാക്കി ക്രൈം പ്ലാനിംഗ് തയ്യാറാക്കും എന്നിങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളാണ് LDF-ന്റെ പ്രകടന പത്രികയിലുള്ളത്. അപ്പൊ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രകടന പത്രികയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? ക്ഷേമ പെൻഷന്റെ കാര്യമൊക്കെ പറയാം, അതൊക്കെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കഴിഞ്ഞ തവണ LDF 2500 ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ് 2000 എത്തിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. 2024 ഡിസംബർ 31 മുമ്പ് പിഴ ലഭിച്ചിട്ടുള്ള ഈ ചലാനുകൾക്ക് 50% ഇളവോടുകൂടി പിഴ അടയ്ക്കാനുള്ള അവസരമുണ്ട്. ഈ മാസം 30 വരെ അത് സാധിക്കുകയുള്ളൂ എന്നും MVD അറിയിച്ചിട്ടുണ്ട്. ഇളവ് ലഭിക്കാൻ www.service.mvdkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് 9-ാം തീയതി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിനു മുന്നോടിയായി UDF LDF പ്രകടന പത്രിക പുറത്തിറക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. NDA തിങ്കളാഴ്ച പുറത്തിറക്കിയ പത്രികയിലും ഇന്ന് UDF LDF പുറത്തിറക്കിയിട്ടുള്ള പത്രികയിലും ക്ഷേമ പെൻഷൻ മാസം 3000 രൂപയാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. കഴിഞ്ഞ തവണ 2500 ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ നിലവിൽ ഭരിക്കുന്ന LDF മുന്നണി 2000 രൂപ വരെ എത്തിച്ചു. അത് വളരെ അധികം ഗുണകരമായി ഇപ്പോൾ വിതരണം പുരോഗമിക്കുകയാണ്. ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ പറയുന്നത്. കൂടാതെ സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന നിരവധി വാഗ്ദാനങ്ങളും LDF പ്രകടന പത്രികയിലുണ്ട്. ഇതുപോലെ തന്നെയാണ് UDF പ്രകടന പത്രികയും ഉള്ളത്. 5 ഗ്യാരണ്ടി ഉൾപ്പെടെ പ്രകടന പത്രിക UDF-ൽ ഇതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നതിനോടൊപ്പം ഔദാര്യമല്ല, അത് അവകാശമാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. അതായത് UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പും മന്ത്രിയും ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിധവകളായിട്ടുള്ള ആളുകളുടെ അവകാശമായിരിക്കും. അത് കിട്ടിയില്ല എങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമെന്നാണ് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. 3000 രൂപ
ക്ഷേമ പെൻഷൻ മാസം നൽകും എന്നും UDF പ്രകടന പത്രികയിൽ പറയുന്നു. NDA മുന്നണിയും സമാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്ന 2000-3000 രൂപയാക്കും BJP അധികാരത്തിൽ അല്ലെങ്കിൽ NDA മുന്നണി അധികാരത്തിൽ വരികയാണ് എങ്കിൽ എന്നുള്ളതാണ്. അതോടൊപ്പം വീട്ടമ്മമാർക്ക് 2500 രൂപയുടെ ഫുഡ് കൂപ്പണും നൽകുമെന്നും NDA മുന്നണി വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം UDF അല്ലെങ്കിൽ LDF ഇവരിൽ രണ്ടിലേതെങ്കിലും ഒരു മുന്നണി മാത്രമാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. കുറച്ച് അധികം ഇതുവരെ ഒരു സീറ്റ് മാത്രമാണ് നിയമസഭയിലേക്ക് NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ആക്കിയേക്കാം. പക്ഷേ ഭരണത്തിൽ വരാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ LDF UDF മുന്നണികൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയിലും അതുപോലെ NDA പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയിലും 3000 രൂപ ക്ഷേമ പെൻഷൻ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് 3000 എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടില്ല. 4-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും. 5-ാം തീയതി ഞായറാഴ്ചയാണ് എങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകും. 9-ാം തീയതിക്ക് മുമ്പ് കയ്യിൽ 4000 രൂപ 25 ലക്ഷം കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. 6 മാസത്തെ 9600 രൂപയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്തത്. അത് മുഴുവൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് കടക്കുമ്പോൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആധാർ അപ്ഡേഷൻ അത് വളരെ ഗൗരവമാകുകയാണ്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ഉണ്ട് എങ്കിൽ ഇനി അതിന് കടലാസിന്റെ വില പോലും ഉണ്ടാവാത്ത സാഹചര്യമാണ് ഉള്ളത്. ആധാർ കാർഡ് ഉണ്ടോ, നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കാം എന്നല്ലാതെ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണം. ആധാർ കാർഡ് പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫേസ് ഒതന്റിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷം മുമ്പുള്ള രൂപമായിരിക്കില്ല പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് പുതുക്കുമ്പോൾ നിർബന്ധമായും പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബയോമെട്രിക് അപ്ഡേഷനും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ നിർബന്ധമാണ്. മൊബൈൽ നമ്പർ നേരത്തെ ചേർത്തത് മാറിയിട്ടുണ്ട് എങ്കിലോ ഇതുവരെ ചേർത്തിട്ടില്ല എങ്കിലോ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർക്കുക. വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ഇത് ചെയ്യണം. ഒരു മൊബൈൽ നമ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ആധാർ ലിങ്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റ് ആധാർ അറിയിപ്പുകളിലേക്ക് വന്നാൽ ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ട്, അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. മൈ ഗവ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. UIDAI പോർട്ടലിലെ തിരക്കോ ക്യാപ്ച കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിലൂടെ ആധാർ കാർഡ് ലഭ്യമാകുന്നതിന് ആദ്യം 90 13 15 15 15 എന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്നും ഡിജി ലോക്കർ സർവീസ് എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരത്തെ അക്കൗണ്ട് വളരെ ലളിതമായി തുടങ്ങാൻ സാധിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.